സാധനം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചില സാധനങ്ങളൊക്കെ നമ്മൾ ഓൺ സ്പോട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ, അതായിരുന്നു ഈ സാധനത്തിന്. എന്ത് സാധനം എന്നുള്ളത്, സാധനം ഒന്നുമല്ല, ഗീ റൈസ്. എൻ്റെ മമ്മിയുടെ സ്പെഷ്യൽ ഗീ റൈസ്. ഈ ഗീ റൈസ് ശരിക്കും രാത്രിത്തേക്ക് തിന്നാൻ വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ മമ്മിയോട് പറഞ്ഞു, സോറി, എനിക്ക് അത്രയും നേരം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ എടുത്തു തരാൻ പറഞ്ഞു. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് മമ്മി ഒരു ബീഫ് ഡ്രൈ ഫ്രൈയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടി ആ പ്ലേറ്റിലോട്ട് അങ്ങോട്ട് ഇട്ടു. പിന്നെ എൻ്റെ വീട്ടിൽ പൊതുവേ എല്ലാ ദിവസവും സീ ഫുഡ് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ചെമ്മീനോ ഫിഷോ കൂന്തലോ അങ്ങനെ എന്തെങ്കിലും. ഓൾറെഡി നല്ലോണം വിശന്നിരിക്കുന്നതുകൊണ്ടും പിന്നെ ഇതിൻ്റെ സ്മെല്ലൊക്കെ കാരണം ഞാനത് കിട്ടിയ പാടെ എടുത്ത് പോകും. എന്നിട്ടെന്താ ഫുഡ് കഴിക്കാൻ തുടങ്ങി. എന്നിട്ട് ആ ഡ്രൈ ഫ്രൈ ചെയ്ത ഒരു പീസ് ബീഫ് എടുക്കുക, അത് ആ ഗീ റൈസിലോട്ട് ഇട്ട് അങ്ങോട്ട് ഒരു പിടി പിടിച്ച് കഴിക്കാം. ഇന്നത്തെ എൻ്റെ ലഞ്ച് ഇതായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.